ഓക്കേ. നമസ്കാരം ഫവാസ് ഏട്ടാ. ഞങ്ങളുടെ കലാനിലയം ലൈവ് എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ സീരീസിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. അതുപോലെ എനിക്കും ഭയങ്കര സന്തോഷം ഇൻവൈറ്റ് ചെയ്തതിൽ. എനിക്കും ഭയങ്കര സന്തോഷം. ആക്ച്വലി ഫവാസ് ഏട്ടന്റെ ഓരോ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴും ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷമുണ്ട്. പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഫവാസ്, ഹൗ വാസ് യുവർ ജേർണി? എങ്ങനെയായിരുന്നു ഈ ഡാൻസിലേക്കുള്ള ഒരു ജേർണി? എല്ലാരെയും പോലെ തന്നെ നമുക്ക് മീൻസ് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. മീൻസ് സ്ട്രഗിൾ ഒരുപാട് നമുക്ക് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷമായിരിക്കും, ചില സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം ഇത് ചൂസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഡാൻസ് നമ്മൾ പറയത്തില്ല, ചില സമയത്ത് നമ്മൾ ഇപ്പം നമുക്ക് ഇഷ്ടമായിരിക്കും ഒരു കാര്യം, പക്ഷെ അറിയത്തില്ല ഏതോ ഒരു പോയിന്റിലായിരിക്കും പറയുന്ന ആ ഒരു സംഭവം പറയുന്ന നമ്മുടെ അടുത്ത് ഇതാണ് നമ്മളെന്ന് പറയില്ല. അത് തന്നെയാ ഡാൻസ് ആക്ച്വലി. ഞാൻ നല്ല ചെറുതിലേ ഡാൻസ് ചെയ്യും. എന്റെ വീട്ടിൽ എന്റെ ഉമ്മയെ പറയും ഞാൻ നല്ല ചെറുതിലേട്ട് കടന്ന് മ്യൂസിക് കേൾക്കുമ്പോ കടന്ന്, കാരണം ഇരിക്കാൻ ഉറക്കുന്ന സമയത്തും കടന്നിങ്ങനെ ആട്ടമായിരിക്കും. അത് മുതൽ ഡാൻസ് തന്നെയാ പാട്ടുകൾ കേൾക്കുമ്പോ. അപ്പൊ അവരിത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ലല്ലോ. ചെറുതിലേ മുതൽ നമുക്ക് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ ചെയ്ത് കോളേജ് ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ കയറുന്നത് വരെയും ഇതെനിക്കൊരു പ്രൊഫഷണൽ ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. മറ്റെല്ലാരെയും പോലെ തന്നെ നമുക്ക് ഏൺ ചെയ്യുക, വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കുക, അതിലേക്ക് വർക്ക് ചെയ്യുക എന്നൊക്കെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഞാൻ ഓർത്തത്. യൂണിവേഴ്സിറ്റി കോളേജിൽ കയറുന്നത് വരെ. കയറിയതിനു ശേഷം കംപ്ലീറ്റ്ലി ഞാൻ മാറുന്നത്. കാരണം അവിടെ ഒരു ഉത്സവമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. കല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവമാണ്. എസ്പെഷ്യലി നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ അയ്യോ അതെ, രക്ഷയില്ല. കാരണം ആർക്കും ഈ ഊണുമില്ല ഉറക്കവുമില്ല, 24 മണിക്കൂർ നാടകം, സ്കിറ്റ്, മൈം, ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് രസമാണ്. അത് ഏതൊരു സമയത്തിൽ നമ്മൾ ചെയ്തു വരത്തില്ലേ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പം പണ്ട് എനിക്ക് ഭയങ്കര ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എന്നേക്കാൾ നല്ല ചെയ്യുന്ന എന്ത് കാര്യമാണ് കണ്ടാലും ഞാൻ പെട്ടെന്ന് ആ കാര്യം ചെയ്യുന്നത് നിർത്തും. ഞാന് മിമിക്രി ചെയ്യുമായിരുന്നു സ്കൂളിൽ പഠിക്കും. അപ്പൊ എന്നെക്കാളും നല്ലൊരാളെ കണ്ടപ്പോ ഞാൻ നിർത്തി. അത് അറിയുന്നില്ല, അത് നമ്മൾ ചിലപ്പോ ആ ചെറുപ്പത്തിന്റെയും കൂടെ പ്രശ്നമായിരിക്കും നമ്മൾ ട്രൈ ചെയ്യാത്തത്. കാരണം നല്ല ആളെ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത് അല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. അങ്ങനെ ഞാൻ വരയ്ക്കുമായിരുന്നു. വരയ്ക്കുന്ന സമയത്തും ഞാൻ അത്യാവശ്യം നമ്മൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. അത് ഏത് പ്രൈസാണ്, ഫസ്റ്റ് സെക്കൻഡ് തരുന്ന അങ്ങനെ ചിലപ്പോൾ സമയത്ത് പ്രോത്സാഹന സമ്മാനം നമ്മൾ കൺസലേഷൻ പ്രൈസ് കിട്ടാറുണ്ട്. നല്ല ആൾക്കാരെ കണ്ടു തുടങ്ങിയപ്പോ അത് നിർത്തി. അപ്പം എനിക്ക് ഉറപ്പില്ലായിരുന്നു ഒന്നും ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ ചെയ്തു പോകുന്നല്ലാണ്ട് ഒരു ഉറപ്പില്ലായിരുന്നു ഞാനിപ്പോ എന്ത് ചെയ്യണം. കാരണം എല്ലാ സമയവും നല്ല ആൾക്കാരെ കാണുമ്പോൾ ഞാൻ നിർത്താറുണ്ട്. ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞാൻ ക്രിക്കറ്റിലുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര പാഷനായിരുന്നു. ഡാൻസ് എന്ന് പറയുന്നത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര പാഷനുള്ള ഒരു സംഭവം. കാരണം ഊണും ഉറക്കമൊന്നുമില്ല, എപ്പോഴും ഇതിനെ കുറിച്ച് ചിന്തയും, അല്ലെങ്കിൽ വെയിലൊന്നുമില്ല മഴയൊന്നുമില്ലാതെ കളിയൊക്കെ എങ്ങനെയായിരുന്നു തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് സംഭവം മറ്റേ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിന്റെ കീഴിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, മറ്റേ അണ്ടർ-14, 16, 19. പക്ഷെ അപ്പോഴും നമ്മളെക്കാളും നല്ല ആൾക്കാരെ കാണുമ്പോൾ ആ ഉള്ളൊരു സംഭവം കാരണം ഞാൻ അതും ഒരു സമയത്ത് വെച്ച് നിർത്തി. പിന്നെ കോളേജിൽ കയറിയിട്ടാണ് എന്നെ അറിയാമെന്നുള്ള ഒരു ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഗ്രൂപ്പ് ഡാൻസിന് ഒരാളെ വേണം. അപ്പൊ ഞാൻ ഡാൻസർ ആണെന്ന് നേരത്തെ ആ പുള്ളിക്കാരനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഞാൻ ചെന്ന് ഇതുപോലെ പഠിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ നിന്ന് എനിക്കറിയില്ല എങ്ങനെയാ വർക്ക് ചെയ്യേണ്ടതെന്നൊന്നും. അപ്പൊ ഞാൻ അങ്ങനെ അവരോടെ പോയി വർക്ക് ചെയ്യാൻ പോയി ചെയ്തു. ആ ചെയ്ത സമയത്ത് നമുക്കൊരു എന്തോ ഒരു സ്പാർക്ക് കിട്ടത്തില്ലേ. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് എന്റെ ഒരു സംഭവമാണ്, എനിക്കുള്ളതാ. പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം വീട്ടിൽ എന്റെ ഉമ്മി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെറുതിലെ, കാരണം എല്ലായിടത്തും പറയാം അവൻ ചെറുതിലേ ഇത് തന്നെ എന്റെ സ്വഭാവം. കാരണം എപ്പോഴും തുള്ളൽ തന്നെ, 2-3 ഡ്രസ്സൊക്കെ എടുത്തിട്ട് സ്റ്റൈലൊക്കെ പാട്ടിന്റെ കൂടെ ഡാൻസ് ചെയ്യുക, കസിന്റെ കൂടെ നല്ല ചെറുതില്ല കസിന്റെ കൂടെ പാട്ട് കേൾക്കുമ്പോൾ കസിനെ പിടിച്ചെടുത്തിട്ട് ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, ഈ സംഭവം തന്നെയാ. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ ആ സമയത്ത് തമാശയായിട്ട് വിടും. അപ്പൊ ഞാൻ ഒരു സമയം കഴിഞ്ഞ് കോളേജിൽ കയറിയതിനു ശേഷം ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം കോളേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ
പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. വീട്ടുകാർക്കായിരുന്നാലും നമുക്കായിരുന്നാലും എന്തെങ്കിലും പ്രോപ്പറായിട്ട് ഒരു സംഭവം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ കോളേജ് എന്ന് പറയുന്നത്. കാരണം പ്ലസ് ടു വരെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. പ്ലസ് ടു കഴിഞ്ഞൊന്നുമില്ലാണ് നമ്മൾ ഏത് ട്രാക്കിലോട്ട് പോകണം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഐഡന്റിഫിക്കേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സ്കൂൾ കോളേജിൽ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഓക്കെ, ഇപ്പം ഞാൻ അത്ര മോശക്കാരനല്ല, ഞാൻ ചെയ്യുന്നില്ല, വലിയ സംഭവം അല്ലെങ്കിൽ നമ്മൾ അത്ര മോശമല്ല, അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ ആൾക്കാരിൽ നിന്നുള്ള, പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര എത്രയൊക്കെ നമ്മള് വേണ്ടാന്ന് പറഞ്ഞാലും ആൾക്കാർ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ചെയ്ത കാര്യത്തിനല്ല, വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അത് മോട്ടിവേഷൻ. കാരണം അതൊരു എന്താ പറയുന്നത്, അതും മനുഷ്യ സഹജവും കൂടെയാ, നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു എന്താ പറയാൻ, ഒരിക്കലും ആവശ്യമില്ലാത്തതും പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് മോട്ടിവേഷൻ. ഒരാൾ ചെയ്യാൻ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു ചിരിയായിരിക്കും, ചിലപ്പോൾ ഒരു കയ്യടിയായിരിക്കും. അത് തന്നെയാ പിന്നെ ഇത് തന്നെ. പിന്നെ എനിക്കിതെല്ലാം കാരണം ചെയ്യാനും അറിയില്ല, അതാ സംഭവം. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യും, എനിക്കറിഞ്ഞൂടെ, എനിക്ക് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഡാൻസ്, അത് മാത്രം തന്നെ, അതല്ല വേറെ അറിയില്ല എനിക്ക്. ഞാൻ ഫവാസേട്ടനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് സ്റ്റൈൽസ് ഫവാസേട്ടൻ ട്രെയിൻഡ് ആണ്. അതിൽ ഒരുപിടി സ്റ്റൈൽസ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അത് ഏതൊക്കെയാന്നൊക്കെ ഒന്ന് ഫവാസേട്ടൻ ഒന്ന് പറയാൻ പറ്റുമോ? അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? സ്റ്റക്കായോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കാണാം. ഞാൻ കാരണം ഈ കണ്ടംപററി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോമാണ് കണ്ടംപററി ഡാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കാരണം ബാക്കിയുള്ള എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഭരതനാട്യം ആയിരുന്നാലും ശരി, ക്ലാസിക്കൽ ഫോംസ് ആയിരുന്നാലും ശരി, ട്രഡീഷണൽ ട്രൈബൽ, അതുപോലെ തന്നെ ഇപ്പം ബോളിവുഡ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിലൂടെയൊക്കെ ഞാൻ വന്നത് ബ്രേക്ക് ഡാൻസ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക് ഡാൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സിനിമാറ്റിക് ആവുന്നു, പിന്നെ ബോളിവുഡ് ആവുന്നു. പിന്നെ ഒരു സമയത്തെത്തി ഞാൻ കോളേജിൽ എത്തിയതിനു ശേഷമാണ് ഈ കണ്ടംപററി ഡാൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. അതുവരെ അങ്ങനെ ഇതിനെ കുറിച്ചുള്ള വലിയ ഗ്രാഹ്യമൊന്നുമില്ല, കാണുന്നില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അനന്തപത്രം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തായിരുന്നു. അതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു കണ്ടംപററി കൊറിയോഗ്രാഫറാണ് ചെയ്തത്, നമ്മളെ കേരളത്തിലുള്ള അനിൽ മാറ്റിവേദാണ്. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പോയപ്പം അത് എനിക്ക് കുറച്ചും കൂടെ എന്തോ ഒരു ഇഷ്ടം തോന്നി. അപ്പോഴും എനിക്കറിയാം ഇതല്ല, ഇതിനപ്പുറം വേറെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്റെ ശരീരം എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല. ചെയ്യണം എന്നുള്ള സംഭവമുണ്ട്, എന്നാൽ പോലും നമ്മൾ ആഗ്രഹിക്കുമല്ലോ, നമ്മുടെ ശരീരം ആഗ്രഹിക്കുമല്ലോ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. പക്ഷെ അത് ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. അതിനുശേഷം പിന്നെ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് ഈ കണ്ടംപററി നമ്മൾ വിചാരിക്കും പോലെ ഒരു ചെറിയൊരു ക്യാൻവാസ് അല്ല, അതിനുള്ളിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതും ഓരോരോ ലെജൻസ് കണ്ടുപിടിച്ച ടെക്നിക്സ് ഉണ്ട് കണ്ടംപററി. അതായത് നമ്മൾ ബാലെ അതിൽ നിന്നൊക്കെ പിന്നെ 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 വന്നൊരു സംഭവമായിരുന്നു. കാരണം അത്രയും ക്ലാസിക്കൽ ഫോമിൽ നിന്ന് മാറി ഇപ്പൊ നമ്മള് ഒരു ലെജൻഡാണ് ഇസഡോർ അഡങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതൊന്നും ഒരു രക്ഷയില്ലാത്ത, കാരണം അവരൊക്കെ നമ്മൾ ഇത് മാറ്റങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാ. ഇത് അങ്ങനെ വർക്കുകൾ ഇങ്ങനെ കണ്ടു തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പീന ബോഷ് എന്ന് പറഞ്ഞിട്ട്, ജർമ്മനിയിലുള്ള ഒരു ഡാൻസറൊക്കെയാ. പുള്ളി അത് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു ആ സംഭവം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാരണം ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ഒരാളാണ് എപ്പോഴും ഞാൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കുന്നത് എനിക്ക് കുറവാണ്, എന്റെ ഭയങ്കര എക്സ്പ്രസീവാണ് ഞാൻ. ഇപ്പം സംസാരിച്ചാൽ ഇപ്പൊ കൈ എനിക്ക് ചെയ്യാൻ കൈ തല ശരീരം മൊത്തം എനിക്ക് അനങ്ങും. അതുകൊണ്ട് തന്നെ ഡാൻസിലും അത് തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചതും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളുള്ളത്. ഇപ്പൊ കണ്ടംപററി ഡാൻസിൽ പറയാം, എന്താ പറയാ, കണ്ണിങ്ങം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈൽ ഒക്കെ ടെക്നിക് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രഹാം ടെക്നിക് ഉണ്ട്, അതുപോലെ തന്നെ ലബാൻ ടെക്നിക് ഉണ്ട്. ലബാൻ
ടെക്നിക്ക് ഉണ്ട്, അതുപോലെ ഫ്ലൈയിങ് ലോഡ് ടെക്നിക്ക്, അങ്ങനെ ഇപ്പം ഒരുപാട് ടെക്നിക്സ് വരുന്നുണ്ട്. ഇത് ഓരോന്നും ഓരോ രീതിയിൽ നമുക്ക് നല്ലതാ ചെയ്യുന്നത്. ഇപ്പൊ ഒന്നിനേക്കാൾ മേളിലൊന്നും എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഡാൻസ് ഒന്നിനേക്കാൾ മേലെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചത് ഒരു ഡാൻസർ ആവണം. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്റെ മനസ്സിൽ ഒരു ഇതിനകത്താവാനും പാടില്ല എന്നുണ്ടായിരുന്നു എനിക്ക്. പർട്ടിക്കുലർ സർക്കിളിനകത്ത് ആവാൻ പാടില്ല. മീൻസ് ഞാൻ അങ്ങനെയാണ്. കാരണം ഇത് പഠിച്ചു, ഞാൻ അടുത്ത് വേറെ ഇങ്ങനെ പോയി. കാരണം എന്നാൽ മാത്രമേ ഇപ്പം കണ്ടംപററി ഡാൻസ് എന്നുള്ള സാധനം എന്റേതായ ഒരു ശൈലി കൊണ്ടുവരാൻ പറ്റുള്ളൂ. എനിക്കെന്ന് പറഞ്ഞ ശൈലി, അതിൽ തിയേറ്റർ ഉണ്ടാവും, അതില് കണ്ടംപററി ടെക്നിക്സ് ഉണ്ടാവും, അതില് അതുപോലെ തന്നെ ബൂത്തോ ടെക്നിക് ഉണ്ട്, ബൂത്തോ ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ചും അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മുടെ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു സംഭവം, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിത്തിരിഞ്ഞ ഒരു തിയേറ്റർ ആ സമയത്ത് അവിടെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അതും ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സംഭവം. ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരീരം കൊണ്ടും മാനസികമായിട്ടും എല്ലാം. ഒരിക്കലും ഡാൻസ് ശരീരം മാത്രമല്ലല്ലോ, പ്രോസസ് ഉണ്ട്, മാനസികാവസ്ഥ ഉണ്ട്. അത് ചിലപ്പോൾ ചില ടെക്നിക്സ് കൾച്ചറൽ വൈസുള്ള ടെക്നിക്ക് ആയിരിക്കും, കൾച്ചറൽ വൈസിലുള്ള ടെക്നിക്ക് ആയിരിക്കും. ചിലതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ മൈൻഡ് ബോഡി ആ ഒരു സാധനമായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് എന്ന് പറഞ്ഞാല് നമ്മളിത് പറയത്തില്ലേ, സൊമാറ്റിക് പ്രാക്ടീസസ് ആയിരിക്കും. നമ്മളത് ശരീരം കൊണ്ട്, ശരീരം മെയിനായിട്ട് പറഞ്ഞാൽ നമ്മൾ മൂവ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവം കൊണ്ടിട്ട് അതൊരു തെറാപ്പി കൂടെയാണ് ആ സംഭവം. മൂവ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയത്തില്ലേ, ഒരുപാട് ഗുണം ചെയ്യും നമ്മുടെ ഹെൽത്ത് ബേസിന്. നമ്മൾ എന്റർടൈൻമെന്റ് മാത്രമാകത്തില്ലായിരുന്നു, അത് നമ്മളുടെ ഡെയിലി ലൈഫ് റൂട്ടീനും കൂടെ സംഭവം ഈ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഇപ്പം ഉദാഹരണത്തിന് അലക്സാണ്ടർ ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ശരീരത്തിന്റെ നമ്മളെ മസിൽസ് ആയിരുന്നാലും ശരി, ഇതിനെ വർക്ക് ചെയ്ത് നമ്മൾ പ്രോപ്പർ ചാനലിൽ ആക്കുക എന്നുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് ഏറ്റവും ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടെ അലക്സാണ്ടർ ടെക്നിക് എന്ന് പറയുന്നത്. അതൊക്കെ സൊമാറ്റിക് പ്രാക്ടീസിൽ വരുന്ന സംഭവങ്ങളാണ്. ഇപ്പം അത് പിന്നെ ഇതൊരു മെഡിറ്റേഷൻ കൂടെയാണ്. അങ്ങനത്തെ ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഞാന് അതുപോലെ തന്നെ സൂസ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിന്റെ ഫൗണ്ടർ വന്നിട്ട് ഇസ്രയേലിലുള്ള ഒരു ഫീമെയിൽ കൊറിയോഗ്രാഫറാണ് പുള്ളിക്കാരി. അപ്പോ ഞാൻ ജർമ്മനി പഠിക്കാൻ പോയ സമയത്ത് സൈമൾട്ടേനിയസ്ലി ഞാൻ ഈ ഒരു ടീച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കത്തില്ലേ, നമുക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിലൂടെ കാണുന്ന മാത്രമാണെന്നുള്ളൊരു സംഭവമില്ലേ. ഇത് അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഓരോ ടിഷ്യൂ, ഓരോ നെർവും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന ഒരു മേഖലയും കൂടെയാണ്. അത് തന്നെയാണ് ഈ ഓരോ ടെക്നിക്സുകളും ചെയ്യുന്നത്. അപ്പൊ ഫവാസേട്ടാ, എന്റെ ഒരു സംശയം, ഇപ്പൊ കണ്ടംപററി ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി വെച്ചിട്ട് വി ആർ ട്രൈങ് ടു എക്സ്പ്രസ് എവറിത്തിങ്, നമ്മുടെ ബോഡി ആസ് എൻ ഇൻസ്ട്രുമെന്റ്. ആം ഐ കറക്റ്റ്? അതും പറയാം. ഓക്കെ. അപ്പൊ അതില് വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ബേസിസിലാണ് അതിനകത്ത് വേരിയേഷൻസ് വരുന്നത്? ലൈക്ക് എങ്ങനെയാണ് അതിനെ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുക? ഇപ്പൊ നമ്മൾ ഇപ്പം ഗായത്രി സംസാരിക്കുമ്പോൾ ഉള്ള കുറെ ജെസ്റ്റേഴ്സ് ഇല്ലേ, ഇത് വർഷങ്ങളായിട്ട് ഗായത്രി അറിയാതെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ശൈലിയാണ് ഈ ജെസ്റ്റേഴ്സ് ഒക്കെ. ഇപ്പൊ കണ്ടംപററി ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും നമ്മുടെ ഒതന്റിക്കേറ്റ് ഉള്ള മൂവ്മെന്റ്സ് ആണ് നമ്മൾ അതിലെടുക്കാറ്. ഇപ്പം നമ്മളിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി, നമ്മളിങ്ങനെ ഞെട്ടത്തില്ലേ, നമ്മളിങ്ങനെ ഞെട്ടി. ഇപ്പം ഈ ഞെട്ടി ഇതിൽ ചിലപ്പോൾ റിപ്പീറ്റ് വരുമ്പോൾ വേറൊരു സ്വഭാവമായി തീരും. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സമയത്തും ഞാൻ ഡെയിലി ലൈഫിലുള്ള മൂവ്മെന്റ്സും അതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്റ്റെപ്പ്, നമ്മളിപ്പോ സോക്കോൾഡ് ആൾക്കാർ പറയും പോലെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത് കാരണം ഡെയിലി ലൈഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. കാരണം ഈ ടെക്നിക്സ് എല്ലാം പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അത് ഉണ്ടാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയുണ്ടാവും. അപ്പൊ ഈ ഡെയിലി ലൈഫിൽ നിന്ന് എടുക്കുന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഇപ്പം ഇത് ആൾക്കാർക്ക് അബ്സ്ട്രാക്ട് എന്ന് പറയാറുണ്ട് കണ്ടംപററി ഡാൻസ് എല്ലാവരും. അബ്സ്ട്രാക്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അബ്സ്ട്രാക്ട് ആണെങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ സ്ഥലങ്ങളിൽ ആൾക്കാർ ഭയങ്കരമായിട്ട്
അസോസിയേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും. അതെ, കണക്ട് ചെയ്യും. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്നുള്ളൊരു മനുഷ്യൻ, എനിക്ക് എന്താണ് എന്റെ ആ സമയത്ത് ഇമോഷൻ, അത് ഞാൻ എടുക്കുക. അതിന് എനിക്ക് പ്രത്യേകിച്ചൊരു രീതിയില്ല. ഞാൻ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൽ പോലെ നമുക്ക് മുദ്രകളൊന്നും ഇതില് ഇല്ല. ഇത് നമ്മൾ റോ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്, നമ്മുടെ ഫീലിങ്സ് എല്ലാം. അതിനെ സ്റ്റൈലൈസ്ഡ് ആക്കി നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. റോ ആയിട്ടുള്ള നമ്മളെ ജസ്റ്റേഴ്സും അതിനെയൊക്കെ നമ്മൾ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ആൾക്കാർ അതൊരു പ്രോപ്പർ ഒരു പെർഫോമൻസ് രീതിയിൽ നമ്മൾ അതിനെ കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഫവാസേട്ട, ഇപ്പൊ ഫവാസേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പൊ ഒബ്സർവ് ചെയ്ത് പല മൂവ്മെന്റ്സും കണ്ടുപിടിക്കുന്നു, ട്രൈ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ അപ്പൊ ബീങ് എ പെർഫോമർ എന്നുള്ള ഒരു ലെവലില് ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ടീച്ചിങ്? ബിക്കോസ് ഫവാസേട്ടൻ ഒരുപാട് ടീച്ചിങ്ങും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ മാമാങ്കത്തിലാണെങ്കിലും പല സ്ഥലത്തും ഫവാസേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പഠിപ്പിക്കുന്നത് ഒരു പെർഫോമറിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്? യൂഷ്വലി നല്ല പെർഫോമർ ചിലപ്പോൾ ടീച്ചർ ആവണം പറ്റണമെന്നില്ല, നല്ല ടീച്ചറിന് പെർഫോമർ ആവണം പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും ആൾക്കാർക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത്. ആസ് എ ടീച്ചർ പെർഫോം ചെയ്യുക, ആസ് എ പെർഫോമർ ടീച്ച് ചെയ്യുക. കാരണം ഞാൻ ആസ് എ പെർഫോമർ ടീക്കാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫോമർ എപ്പോഴും പെർഫോമറിന്റെ ലെവലിൽ നിന്ന് മാത്രമേ ചിന്തിക്കാറൂ. പെർഫോമർ എപ്പോഴും പെർഫോമറിന്റെ ലെവലിൽ നിന്ന്. അപ്പൊ നമ്മൾ ആ പെർഫോമറെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് പലതും നമ്മൾ ലേൺ ചെയ്യും. അവിടെ ഒരു പ്രോസസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലേണിംഗ് അൺലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ് നടക്കും. കാരണം നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഏറ്റവും ഡീറ്റെയിൽഡ് പോകുന്നത്. ഇപ്പൊ ഞാനൊരു മൂവ്മെന്റ് ഇങ്ങനെ ചെയ്ത് വരണമെന്ന് പറയുന്ന സമയത്ത് ഇത് ഞാൻ ചെയ്യും. കാരണം അത് എന്റെ മനസ്സും എന്റെ സോളുമായിട്ടുള്ള ഇത് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകും. ആ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്ന ഒരു മെഡിറ്റേഷനും കൂടെ. എപ്പോഴും നമ്മൾ ഒരു സാധനത്തിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുന്നത് മെഡിറ്റേഷൻ സംഭവിക്കും. ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പല വഴികളും നോക്കും അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനും അതിനെത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളറിയാം നമ്മളെ നോളജ് കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കാരണം അതുവരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ എക്സ്പ്ലോറേഷൻ നമുക്ക് എപ്പോഴും ഉപകാരമായിരിക്കും. നമ്മള് വൈഡനാവും, ഒരിക്കലും ഇങ്ങനെ ആവത്തില്ല. അങ്ങ് പോകും ഭയങ്കര. കാരണം പെരിഫറൽ വ്യൂവും കഴിഞ്ഞ് അങ്ങ് പോകും. ഓക്കെ. അപ്പൊ ഫവാസേട്ടൻ ഇങ്ങനെ പഠിപ്പിച്ചതിൽ നിന്നും അല്ലെങ്കിൽ ഫവാസേട്ടന്റെ ഒരു എന്താ പറയാ പല പെർഫോമൻസസ് പല ഒരുപാട് ഇന്റർനാഷണൽ ഡാൻസേഴ്സിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തു. ഇതിൽ നിന്നൊക്കെ മറക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും മറക്കാൻ പറ്റാത്ത ആസ് എ ഡാൻസർ, ആസ് എ പേഴ്സൺ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഉണ്ട്. കാരണം അതിന്റെ ആദ്യത്തെ ഒരു സംഭവം കൂടെ, ആദ്യത്തെ മീൻസ് ഞാൻ ഇത് കണ്ടംപററി ഡാൻസ് ഞാൻ പഠിക്കുന്നത് ആർട്ട് സെന്റർ ഫോർ മൂവ്മെന്റ് ആർട്സ് ബാംഗ്ലൂരിൽ നിന്നാണ്. ജയചന്ദ്രൻ പാലാഴിയാണ് എന്റെ ടീച്ചർ. ഞാൻ അവിടെ നിന്നാണ് ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കുകയും എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ തരികയും ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവിടെ നിന്ന്. കാരണം ഇന്ത്യയിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്താണ്, 2 ആർട്ടിസ്റ്റ്, പിന്നെ ഒരു സയന്റിസ്റ്റ്, പിന്നെ ഒരു ജേർണലിസ്റ്റ്. അതായത് ഒരു സയൻസ് ആൻഡ് ആർട്ട് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് സെലക്ട് ആവുന്നത്. സയൻസും ആർട്ടും ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സേൺ ആണ്, ബിഗ്ഗസ്റ്റ് ന്യൂക്ലിയർ ഓർഗനൈസേഷൻ, സ്വിറ്റ്സർലൻഡ്. അവിടെ വെച്ച് ഇത് നടക്കുന്നത് സംഭവം. അപ്പോ എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടല്ലാണ്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ ഇത്. അപ്പം കൂടെ നമ്മുടെ ഈ സയൻസ് പരമായിട്ടുള്ള കൂട്ടുകാർ സംസാരിക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സേൺ എന്നും അല്ലെങ്കിൽ ഹൈഡ്രജൻ കൊളൈഡർ എന്നും അല്ലെങ്കിൽ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നും നമ്മൾ സ്കൂള് കഴിച്ചിട്ട് കേൾക്കുന്നതൊക്കെ ഇതുപോലെ കൂട്ടിട്ട് നിൽക്കുന്നതാണ് നമ്മളിത് കേൾക്കുന്നത്. അല്ലാണ്ട് നമ്മള് ഡാൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കേൾക്കുന്നില്ലല്ലോ. നമ്മൾ ഡാൻസ് വേറൊരു ലോകമായിട്ടല്ലേ നമ്മൾ കണക്കാക്കി. വേറൊരു ലോകമാണ് എനിക്ക്. അത് എപ്പോഴും ഇമോഷൻ മാത്രം നിലനിൽക്കുന്ന ഒരു ലോകമായിരുന്നു എനിക്ക് ഇതിലേക്ക് എത്തുന്നവരെ. അപ്പം എന്റെ കൂടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിന്റെ IIM-ലുള്ള സയന്റിസ്റ്റാണ്, ബാലസുബ്രഹ്മണ്യൻ എന്നാണ് പേര് പുള്ളിക്കാരൻ. പിന്നെ എന്റെ കൂടെ എന്റെ തന്നെ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഒരു ഡാൻസർ, ഫീമെയിൽ ഡാൻസർ ആയിരുന്നു. മെയിൽ ഡാൻസർ ഞാൻ. 2 ആർട്ടിസ്റ്റാണ് ഇവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ജേർണലിസ്റ്റ് ഷൗക്കത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
തെഹൽക്കയിലൊക്കെ ഉണ്ടായിരുന്ന, തെഹൽക്ക എന്ന് പറഞ്ഞൊരു ഫേമസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനായിരുന്നു. അപ്പൊ ഞാനിത് അവിടെ എത്തി. അപ്പൊ അവിടെ എത്തുമ്പോഴും എനിക്ക് ഇത് എന്നെ സെലക്ട് ചെയ്തു. കാരണം എന്റെ വർക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്നെ സെലക്ട് ചെയ്തു. എന്തോ കാരണം. അപ്പോഴും എനിക്ക് അറിയത്തില്ല ഞാൻ പോയിട്ട് എന്താണ് ചെയ്യുന്നത്. ഇത് പോകുന്ന സമയത്തേക്ക് ഞാൻ എന്റെ ഈ സയൻസ് ഫ്രണ്ട് ഇല്ലേ, സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ അതിലൊരു കുട്ടിയുണ്ട്, 2 പേരുണ്ട് എന്റെ ഫ്രണ്ട്സ്. അതിൽ ഒരാൾ സയന്റിസ്റ്റ് ഒക്കെയാണ്. അതിന് എന്തോ എനിക്കത് മനസ്സിലായിട്ടില്ല കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചോദിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെയാണ് ഇതുണ്ട്, എനിക്ക് അത് എളുപ്പമാണ് ആണ്. പക്ഷെ എനിക്ക് അറിഞ്ഞിട്ടില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ പാടായി എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര, കാരണം എനിക്കത് പാടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഞാനിത് നോക്കിയിട്ട് എനിക്കൊരു എത്തും പിടിയില്ല. ഞാൻ അവിടെ എത്തി. ഫസ്റ്റ് 2 ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും വേർസ്റ്റ് ദിവസം. അതായത് അപ്പോൾ ചെന്ന് ഇറങ്ങിയപ്പോ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാല് കേരളത്തിൽ തന്നെ ഉള്ള ഫിസിക്സ് സയന്റിസ്റ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, സൗണ്ട് ഡിസൈനർ, ലൈറ്റ് ഡിസൈനർ, കോഡിങ് ചെയ്യുന്ന ഒരാള്, അങ്ങനെ എല്ലാത്തിന്റെയും നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ കയറുന്നത്. അവർക്ക് ഇതിനെ കുറിച്ച് ഭയങ്കര നോളജുമാണ്. അടുത്ത 2 ദിവസം ഞാൻ ഇങ്ങനെ നമ്മൾ അടുത്ത ഫിസിക്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, സയന്റിസ്റ്റൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ ബേസിക്സും ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ ഫിസിക്സിനെ കുറിച്ചാണ്. നമ്മളെ ക്വാണ്ടം, അതിന്റെ ക്വാണ്ടം തിയറിയെ കുറിച്ചായിട്ടായിരുന്നു പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോയി. അതിന്റെ ആയിരുന്നു ഇതിന്റെ കംപ്ലീറ്റ്. അവിടെ ചെന്നിരുന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാന് ഓരോ ദിവസവും റൂമിൽ പോയിട്ട് നിന്ന് കരച്ചിലായിരുന്നു. കാരണം എനിക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും ചിന്തിക്കാത്തൊരു സംഭവം, സയൻസ് മാട്ടോ എന്തുവാ മറ്റൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മള് പല ഇമോഷൻ വെച്ച് കളിച്ചിട്ട് എല്ലാ ഇമോഷനെയും മാറ്റി വെച്ചിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് കുറെ ഈ സംഭവങ്ങൾ, പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ പറയുന്ന കുറെ സംഭവങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പൊ എനിക്കൊന്നും അറിഞ്ഞൂടെ, സ്കൂളിൽ പഠിച്ചില്ല, നമ്മൾ അതിനുശേഷം ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. ആ 2 ദിവസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഗ്രാജുവലി ഇത് നമുക്ക് കയറുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ആങ്സൈറ്റി കാരണം നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ഇത് മനസ്സിലാവേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ആങ്സൈറ്റി കാരണം നമ്മളെ ഇത്രയും വിശ്വസിച്ച് നമ്മളെ ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചുള്ള എനിക്കും പേഴ്സണലി ഉള്ളത് മാത്രമല്ല, എന്റെ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസ്റ്റൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി. ഈ ആങ്സൈറ്റി എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഡെയിലി ആദ്യത്തെ 2 ദിവസം പോയി കരച്ചിലായിരുന്നു റൂമില്. 3-ാമത്തെ ദിവസം ഞാൻ വന്ന് ഒരു ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ പറയാം, ഏതോ ഒരു പോയിന്റിൽ നമുക്കിത് കണക്ട് ആയി. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി. യൂഷ്വലി ഞാൻ സംസാരിക്കാത്ത കൂട്ടത്തില്ല, പക്ഷെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ നോട്ട് ചെയ്ത് തുടങ്ങി. ഞാനത് അറിഞ്ഞില്ല. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ കാരണം, ഞാൻ ഇത് കഴിഞ്ഞു വന്നിട്ട് എന്റെ കമ്പനിയിൽ ആട്ടക്കളരിയിൽ ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞ ഒറ്റ വാക്കാണ്, ഫവാസിന് കൂടെ ഇതുപോലെ പുറത്ത് ഇതുപോലത്തെ വർക്കിന് പറഞ്ഞേക്കും. അപ്പൊ ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. ഇപ്പം ഗായത്രി നമുക്കറിയാം, നമ്മൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. നമ്മൾ പഠിപ്പിക്കാൻ വരുമ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന അല്ലാണ്ട് ഞാൻ ആദ്യത്തൊന്നും സംസാരിക്കാറില്ല. ഒരു സൈഡിൽ, കാരണം എനിക്ക് അറിഞ്ഞൂടെ, സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഞാനെന്നുള്ള ആളെന്നുള്ള നിലയിൽ എന്നെ സംസാരിക്കാൻ, അല്ലെങ്കിൽ ഈ ആർട്ട്പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. അതിലേക്ക് ഞാൻ ഒരുപാട് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞു. ഈ ഒരു സാധനം എന്നെ ഭയങ്കരമായിട്ട് എന്റെ വ്യൂവിനെ അങ്ങ് മാറ്റി കളഞ്ഞു. ഭയങ്കരമായിട്ട് ഓപ്പൺ. ഫവാസ് ചേട്ടാ, അപ്പൊ എന്താണ് ചെയ്തത് ശരിക്കും? ആ ഒരു സയന്റിഫിക്കലി എന്താണ് ആർട്ടുമായിട്ട് കണക്ട് ചെയ്തത്? ഇത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ പ്രോട്ടോൺസിലൂടെ ഇത് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. അതിനെ നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തു, അതിന്റെ ആ ഒരു മൂവ്മെന്റിനെ. അതിന് കാരണം ഇതിന്റെ നമുക്ക് ഡാറ്റ കാണിച്ചു തരുന്നുണ്ട്, ഇതില് ഡാറ്റാസ് കാണിച്ചു തരും. അപ്പൊ ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഇപ്പം ഒരു ഫേമസ് ഒരു സൗണ്ട് ഡിസൈനർ ഒക്കെയാണ്, സ്കാർല സ്കാൽറ്റി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഈ ടോർനാഡോ ഇതിന്റെയൊക്കെ ഡാറ്റാബേസ് എടുത്തിട്ട് അതിൽ നിന്ന് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ കൊളൈഡറിന്റെ ആ ഒരു സംഭവത്തിൽ നിന്ന് ഡാറ്റ മ്യൂസിക് ചെയ്തിരിക്കുന്നു.
അപ്പം ഇവരുടെ ഒക്കെ ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവര് വർക്ക് ചെയ്യുന്ന ശൈലി, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആക്കിയത്. നമുക്ക് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സാധ്യതകളുള്ളത്. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സയൻസ് ആൻഡ് ആർട്ട് പ്രോജക്ട്. പിന്നെ ഒരു കാര്യം, സയൻസ് മാത്രം എപ്പോഴും ഒരേ ലെവലിൽ ഇരിക്കുന്ന സംഭവമാണ്. ഒന്നിന് മേളിൽ ഒരേ, ഇതിന് രണ്ടിനുള്ള ഒരേ സ്വഭാവമാണ്. ഈ രണ്ടിനും റിസർച്ച് നടക്കുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്. ഇപ്പൊ മൂവ്മെന്റ് രീതി, ഡാൻസിനായിരുന്നാലും ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇമോഷണലി ആയിരുന്നാലും ശരി, നമ്മൾ ഇന്റേണലി ആയിരുന്നാലും ശരി, വെളിയിലായിരുന്നാലും ശരി, എല്ലാത്തിലും രണ്ടിനും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആസ് എ ഡാൻസർ പറഞ്ഞാൽ നമ്മളൊരു സയന്റിസ്റ്റും കൂടെ. അതുകൊണ്ടാണ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അവരും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അതിൽ നിന്ന് റിസർച്ച് ചെയ്ത് സാധനം കണ്ടെത്തുന്നു. അപ്പൊ ഞാൻ എനിക്ക് റിയലൈസ് ചെയ്തൊരു കാര്യം, സയൻസും ആർട്ടും അങ്ങനെ വ്യത്യാസമുള്ള സംഭവം. രണ്ടും ഒരുപോലെ. എന്റെ ഒരു ക്യൂരിയോസിറ്റി, ഫവാസേട്ട ആ ചെയ്ത ഒരു വർക്ക് അത് എവിടെയെങ്കിലും അവൈലബിൾ ആണോ? യൂട്യൂബിലോ എവിടെയെങ്കിലും അവൈലബിൾ ആണോ? അവര് ഭയങ്കരമായിട്ടുള്ള ഒരു വെളിയിലൊന്നും അവരത് കൂടെ ആയിരുന്നു അവർക്ക്. സ്റ്റഡി മെറ്റീരിയലും കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിട്ടിട്ടില്ല. പക്ഷെ ഈ സെയിം കൊറിയോഗ്രാഫർ ഈ പാർട്ടിക്കൽ ഫിസിക്സിന്റെ, ക്വാണ്ടം ഫിസിക്സിന്റെ ഈ സംഭവത്തിന്റെ ഒരു വലിയ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അത് നമുക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ അതിന്റെ ടീസറോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് കാണാൻ ചാൻസ്. അതേപോലെ ഫവാസേട്ടന്റെ ഇപ്പൊ ഡാൻസ് അല്ലാണ്ട് തിയേറ്റർ വർക്ക്സ് എന്തെല്ലാമാണ്? ഡാൻസ് റിലേറ്റഡ് തിയേറ്റർ തന്നെയാണ് എല്ലാം? ഡാൻസ് റിലേറ്റഡ് തിയേറ്റർ ആണോ അതൊരു ഡ്രാമ കൈൻഡ് ആണോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം സാധാ തിയേറ്റർ, ഇപ്പം ഡാൻസ് അല്ലാത്ത തിയേറ്റർ ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അഭിനയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ചെയ്തിട്ടുള്ളത്. ഡാൻസ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുള്ളത് നമ്മുടെ സാറില്ലേ, ലെനിൻ രാജേന്ദ്രൻ സാറില്ലേ, ഡയറക്ടർ, പുള്ളിക്കാരന്റെ വർക്ക് കരുണ എന്ന് പറഞ്ഞിട്ടൊരു വർക്കായിരുന്നു. ഞാൻ ഡാൻസ് അതിൽ ഞാൻ എന്റെ പീസ് മൊത്തം ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത് പെർഫോം ചെയ്തതല്ല. അതായിരുന്നു. അത് തന്നെയാ പുള്ളിക്കാരൻ പിന്നെ അത് സിനിമയാക്കിയത്, ഇടവപ്പാതി എന്ന് പറഞ്ഞിട്ട് സിനിമ. അപ്പൊ അതിൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ രണ്ട് രീതിയിലുള്ള ഒരു അപ്രോച്ചാ. ഇപ്പം തിയേറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസങ്ങളിരുന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നു. അതിന്റെ അത്രയും ടൈം നമ്മൾ വെച്ചിട്ടാ നമ്മൾ, ഉദാഹരണം ഒരു 3 മാസം, കുറഞ്ഞ 3 മാസമെങ്കിലും നമ്മൾ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യും. ഫിസിക്കലി ഇമോഷണലി നമ്മൾ വർക്ക് ചെയ്യും. എന്നിട്ടാണ് അതിനെ നമ്മൾ ചെയ്യാറ്. ഇപ്പൊ അതുപോലെ ഡാൻസ് തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് വർക്ക് ചെയ്യുന്ന എനിക്ക് അത്രയും സമയം കിട്ടിയിട്ടില്ലായിരുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ ടൈം കിട്ടിയിട്ടുള്ളൂ. തിയേറ്റർ ഞാൻ ഡാൻസ് ചെയ്യുമായിരുന്നെങ്കിലും ഞാൻ ആദ്യം പഠിച്ചത് തിയേറ്റർ തന്നെയാണ്. ഞാൻ അഭിനയ തിയേറ്റർ അവിടെ പഠിച്ചത്. അഭിനയ തിയേറ്ററിലാണ് ഞാൻ പഠിച്ചതെല്ലാം. വർക്ക് ചെയ്തതും അവിടെ തന്നെയാണ്. അപ്പോ ഡാൻസിന് മുന്നേ, ഡാൻസ് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയാ, ഒരാളുടെ നിന്ന് പഠിക്കുന്നതിന് മുന്നേ ഞാൻ പഠിച്ചത് തിയേറ്റർ. അവിടെ ചെന്നിട്ടാണ് ഞാൻ തിയേറ്റർ പഠിച്ചത്. പക്ഷെ അതെന്നെ ഒരുപാട് ഉപകാരം ചെയ്തു പിന്നീട് ഞാൻ ഡാൻസ് പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും വർഷം വേസ്റ്റ് ചെയ്തില്ലേ ഡാൻസ് ഒന്നും പഠിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു സമയത്ത് ആലോചിക്കും, ഒന്നും വേസ്റ്റ് അല്ല ആക്ച്വലി. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കണ്ട. പല കാര്യങ്ങളും അതിനുശേഷം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നും ചിലപ്പോ അന്ന് അത് ചെയ്തെങ്കിൽ ചിലപ്പോ അന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. എല്ലാം കറക്റ്റ് രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ഓക്കെ, ഫവാസേട്ടന്റെ ഡ്രീം എന്താണ് ഇനി? ഡ്രീംസ് എന്തൊക്കെയാണ്? എല്ലാരെ പോലെ തന്നെ ഒരുപാടുണ്ട്. ഒരു കുന്നുണ്ട്, കയ്യിൽ കാണിക്കാൻ പറ്റുന്നില്ല. എങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന 1-2 എണ്ണം. എനിക്കൊരു എന്താ പറയാ, കേരളത്തില് ഒരു നല്ലൊരു ആർട്ട് സ്കൂൾ തുടങ്ങണമെന്നാണ് ഭയങ്കര ആഗ്രഹം. എല്ലാ രീതിയിലും, എല്ലാ ആൾക്കാർക്കും, എല്ലാ മേഖലകളിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കും പഠിക്കാൻ കണക്കാക്കിയിട്ടുള്ള ഒരു സ്പേസ്. ഞങ്ങളും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ കലാനിലയം. മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അത് നമുക്ക് ആവശ്യം, കാരണം ഇല്ലാത്തൊരു സാധനവും വേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന പറഞ്ഞാല് ആ ഒരു സ്പേസിലേക്ക് വന്നിട്ട് അവർ ഇറങ്ങുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് അവർക്ക് ഒരു സോളോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു സാധനം
ചെയ്യാൻ പറ്റണം, ഐഡിയ ഉണ്ടായിരിക്കണം എല്ലാത്തിനെ കുറിച്ചും. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ മനസ്സിൽ വന്ന മൂവ്മെന്റിന് സാധ്യത കൂടെ കൂട്ടി. അതായത് പ്രോപ്പർ ആയിട്ട് ട്രഡീഷണൽ ഡാൻസും കണ്ടംപററി ഡാൻസും അതുപോലെ തന്നെ തിയേറ്ററും, ഈ 3 സാധനവും ഒരുമിച്ച് വെച്ചിട്ട്, കാരണം അങ്ങനെ ഉള്ള ഒരു സ്പേസ് ഇല്ല, സ്പേസ് ഇല്ല പഠിപ്പിക്കുന്നത്. ഇപ്പം ഇത് ഡാൻസിന് വേണ്ടി പ്രത്യേക സ്ഥലമാണ്, ട്രഡീഷണൽ ഡാൻസിന് സെപ്പറേറ്റ് ഉണ്ട്, അഭിനയത്തിന് വേണ്ടി പ്രത്യേക സ്ഥലമുണ്ട്. കണ്ടംപററി ഡാൻസ് ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വരുന്നത് ഇല്ല. എല്ലാ സാധനവും അതെനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം ഇവര് ഇപ്പം ഡാൻസർ എന്ന് പറഞ്ഞ ഒരാൾക്ക് അഭിനയം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവർക്ക് പറ്റണമെന്നില്ല ചിലർക്ക്, പക്ഷെ അറിഞ്ഞിരിക്കണം. അവർ മ്യൂസിക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, താളം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സെറ്റ്, അല്ലെങ്കിൽ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ ലൈറ്റ്, ഇതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഗ്രാഹ്യം അവർക്കുണ്ടാകും. അതിലൊരു ലെജൻഡ് ആവണമെന്നല്ല, ഇതിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ അവർക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് സ്വന്തം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഒരാൾക്ക് അതിൻ്റെതായ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും ഭയങ്കരമായിട്ട്. പക്ഷെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുള്ള മൈൻഡിലുള്ള സാധനം ആയിരിക്കത്തില്ല ഒരിക്കലും അത് കാണുന്നത്. അവർക്ക് തോന്നുന്ന ഒരു സാധനമാണ് അത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് എക്സാക്ട് സാധനം കിട്ടും. അപ്പൊ അതേപോലെ ഫവാസേട്ടന് ഇപ്പൊ ഒരു തിയേറ്ററിൽ കൊറിയോഗ്രാഫി ചെയ്യുമ്പോഴും, ഇപ്പൊ പറഞ്ഞ പോലെ തിയേറ്റർ ഒരു വർക്ക് കൊറിയോഗ്രാഫി, അതേപോലെ സിനിമയുടെ കൊറിയോഗ്രാഫി, അതല്ലാതെ പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി, ഇതിന്റെ ഈ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്? ടൈം തന്നെയാണ് ആദ്യത്തെ ഡിഫറൻസ്. ഇല്ലേ, നമ്മൾ തിയേറ്റർ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം എടുത്താണ് നമ്മൾ ഓരോ സംഭവം ചെയ്യുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല, ഇപ്പൊ എന്നെ വിളിക്കുകയാണ്, ഹലോ പവാസ്, ഇതില്ല ഇന്ന ആള് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, ഇതില് പവാസിന്റെ വർക്ക് കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടായിരുന്നു, നമുക്ക് ഇതിൽ വർക്കുണ്ട്, അത് ആക്ച്വലി നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് മന്തോട് കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഈ മന്ത് ഏകദേശം പാതി കഴിഞ്ഞാണ്, മന്തോടുകൂടി പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൈമില്ല. പിന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സാധാരണ വർക്ക് ചെയ്ത രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റേ അൾട്രാ ഫാസ്റ്റിലായിരിക്കും ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. അതും ഒരു കണക്കിന് ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസാണ്. ഡിസിഷൻ മേക്കിംഗ് എനിക്ക് ഭയങ്കര വേറെ രീതി. കാരണം ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആ സമയത്ത് നമുക്ക് മാറ്റേണ്ടി വരും. തിയേറ്റർ സമയത്ത് മാറ്റേണ്ട കാര്യമില്ല, നമ്മളെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സിനിമയ്ക്ക് അങ്ങനെയല്ലേ, ഏത് സമയം എന്തും നടക്കാം. അപ്പം എത്രയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം പൊളിച്ചിട്ട് പുതിയ സാധനം ഉണ്ടാക്കാൻ വേണ്ടി അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരുപാട് വർക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. ഞാൻ ആ സമയത്ത് പേടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യനല്ലേ, ഇത്ര പേടിച്ചിട്ടുണ്ട്, പെട്ടെന്ന് മാറ്റേണ്ടി വരും, അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ അതെനിക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പല രീതിയിലും. ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ്. സ്പോട്ടിൽ നമ്മള് അതെന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് മൈൻഡും കൂടെയാണ് നമ്മുടെ ആ സമയത്ത്. അത് രണ്ട് രീതിയിൽ രണ്ടിനും രണ്ടിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്, നല്ല സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഇതാ പറഞ്ഞത് ടൈം തന്നെയാണ് എന്റെ ആദ്യത്തെ ഒരു. കാരണം ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തായാലും നമ്മൾ ടൈം എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത്രയും ടൈം എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ നാടകങ്ങൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അത്രയും ടൈം എടുത്ത് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. സിനിമയിൽ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ടൈം കാണത്തില്ലേ, ഇത്രയും ഒരു ഭയങ്കരമായ ലിമിറ്റഡ് ടൈമിലുമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ. കാരണം അത് അങ്ങനെയാണ്, അത്രയും ഫാസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡും കൂടെയാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടില്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സംഭവം. അപ്പം പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർ അത്രയും ടൈം എടുത്തിട്ടല്ലേ ഒരു പടം ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾ ഒരു വർഷത്തിൽ ഒരു പടം ചെയ്യത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് ചെയ്യല്ലേ. അതുകൊണ്ട് തന്നെ ടൈമിനൊരു ഇതുണ്ട്. ടൈം തന്നെയാണ് മെയിൻ സാധനം. പക്ഷേ രണ്ട് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരാൻ പറ്റുന്നത്. ഇത് തരുന്ന എക്സ്പീരിയൻസ് ചിലപ്പോൾ അതിന് തരാൻ പറ്റണമെന്നില്ല, അത് തരുന്ന എക്സ്പീരിയൻസ് ചിലപ്പോൾ ഇതിന് തരണം പറ്റണമെന്നില്ല. രണ്ടും പക്ഷെ നമുക്ക് വളരാൻ ഉപകാരപ്പെടുന്ന സംഭവങ്ങളാണ്. How do you define happiness for you? എന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിക്കണ വരെ ഡാൻസ് ചെയ്യാൻ പറ്റണം, ഒന്നാമത്തെ. പെർഫോം ചെയ്യാൻ പറ്റണം. എനിക്ക് അത് ഭയങ്കര അത്യാഗ്രഹമാണ്. പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫോം ചെയ്യാൻ വേണ്ടി. പെർഫോം ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. കൊറിയോഗ്രഫി ഇഷ്ടമാണ്, പക്ഷെ പെർഫോം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ടൊക്കെ മരിക്കണ വരെ ചെയ്യാൻ പറ്റണം, നമുക്ക് ശരീരം ചെയ്യാൻ പറ്റണം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ ഫാമിലി,
പിന്നെ ഫ്രണ്ട്സ്. ഈ 3 സംഭവം തന്നെയാണ്. ഓക്കെ. പിന്നെ ഫവാസ് ചേട്ടാ, ഹൗ ഡു യു തിങ്ക് ഈ ഒരു കരിയർ, ഈ ഒരു ഡാൻസ് എന്നുള്ളത് ഒരു വ്യക്തിക്ക് കരിയർ ആക്കി എടുക്കാൻ എത്രമാത്രം സാധ്യതകളുണ്ട്? എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഭയക്കുന്നൊരു മേഖലയാണല്ലോ, ആ ഇതിനകത്ത് ചെന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ എന്നൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു, അപ്പൊ എത്രമാത്രം അതൊരു ഫീസിബിൾ ആണ് ഇന്ന് ഇന്ത്യയിൽ? ഈ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാ ഡോക്ടേഴ്സിനെയും പോലെയും എഞ്ചിനീയേഴ്സിനെ പോലെയും MBA പോലെയും തന്നെയാണ് പെർഫോമിംഗ് ആർട്സ് എന്നുള്ള മേഖലയും. അത് തിരഞ്ഞെടുക്കുന്ന രീതിയിലിരിക്കും, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലിരിക്കും ഇത് ചെയ്യുന്നത്. കാരണം ഇതിനൊക്കെ പറഞ്ഞ ഭയങ്കരമായ സാധ്യതകളാണ്. ഇപ്പൊ ഞാന് ഡാൻസർ ആണെന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ചില പണ്ടൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു, എന്ത് ചെയ്യാ, ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്, ഡാൻസ് ആണെന്ന്. എന്ത് ജോലിയാണ്? ഡാൻസ് ആണ്. ഓക്കെ, അല്ല അപ്പൊ ഒറിജിനൽ ജോലി എന്താണെന്ന് ചോദിക്കും. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഡാൻസ് അല്ലെങ്കിൽ വേറെ ആക്ടിങ് എന്നുണ്ടെങ്കിൽ ഒരു ഹോബി പോലെയാണ് നമ്മൾ. പക്ഷെ അങ്ങനല്ലേ ഇതും ഇതിനെ പോലെ ഒരുപാട് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റീസ് വേൾഡ് വൈഡ് ഉള്ളതാണ്. ഇപ്പൊ ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജും കൂടെ അല്ലേ? കാരണം എന്താ പറയാ, സയൻസ് ഉണ്ടായി വരുന്ന അതേ സമയം മുതൽ തന്നെയാണ് ഈ ആർട്ടും ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഒന്ന് ആദ്യം ഉണ്ടായി, മറ്റേത് രണ്ടാമതുണ്ടായിരുന്നു. ഈ ഒരേ സമയം തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത്? ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള ഡാൻസേഴ്സിന്റെ പറഞ്ഞത് പഠിക്കുക എന്നുള്ളതാണ്, ഇനിയും പഠിക്കുക എന്നുള്ളതാണ്. ഒരു ഇതിനകത്ത് ഒതുങ്ങി പോരുത്. റിയാലിറ്റി ഷോയ്ക്ക് നല്ല ചാൻസസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്, പക്ഷെ അതിൽ ഒതുങ്ങി പോരുതെന്ന് പറയണം. പഠിക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞു എന്നല്ല. ഇപ്പം നേരത്തെ തന്നെ കാര്യത്തിൽ വെച്ചില്ലേ ഇത്രമാത്രം എന്തൊക്കെയാ പഠിച്ചിട്ടുള്ളതെന്ന്. ഇതൊന്നും ഒന്നുമല്ല, ഇനിയും ഉണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കാൻ. ഇതൊന്നും ഒന്നുമല്ല, ഇനിയും ഉണ്ട് ഒരുപാട് സംഭവങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതും അതൊക്കെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് ഞാൻ ആരോഗ്യം കഴിഞ്ഞാൽ പഠിക്കും അത്. അതുപോലെ ഇത് ഒരിക്കലും തീരത്തില്ല, പഠിക്കണം ഒരിക്കലും തീരത്തില്ല. ഇപ്പൊ നമ്മൾ പറയത്തില്ല, എല്ലാരും പറയും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും, ഇത് ഒരിക്കലും പഠിച്ചാൽ തീരത്തില്ല എന്ന്. കണക്ക് ഒരിക്കലും പഠിച്ചാൽ തീരത്തില്ല, കലയും ഒരിക്കലും തീരത്തില്ല. അത് പഠിച്ചു പോകേണ്ടത്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതും കൂടെയാ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം ഡോക്ടറിനുള്ളത് പോലെ തന്നെയാണ് ഇതിനും ഓപ്പർച്യൂണിറ്റി. അതുപോലെ ഞാൻ പറയും, ഇപ്പം ഒരിക്കലും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഈ കാര്യം പറയുന്നത്. പക്ഷെ കാശുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിലുണ്ടാക്കുന്നതിന് 10 മടങ്ങൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ വെളിയിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്റെ ഇവിടുത്തെ ഇപ്പം അവിടുത്തെ ഞാൻ 3 മണിക്കൂർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ എങ്ങനെ പോയിരുന്നാലും 80,000 to 90,000 ഞാൻ അവിടെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ 3 മണിക്കൂർ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറിന് കിട്ടൂല, എഞ്ചിനീയറിനും കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് 100% നമ്മൾ അതിൽ എന്താ പറയാ, അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ രീതിയിൽ നമ്മൾ ഓരോ സമയം ജസ്റ്റ് അത് കൈ എത്തുന്നിടത്തായിരിക്കും നമ്മൾ ഗിവപ്പ് ചെയ്ത് പോകുന്നത്. ഒരിക്കലും നമ്മൾ അത് കാരണമല്ല നമ്മൾ നിർത്തുന്നത്. നമ്മൾ എത്ര ആലോചിക്കുക, നമ്മൾ എപ്പോ നിർത്താൻ തോന്നുന്നു അതിന് തൊട്ടപ്പുറത്തായിരിക്കും ഓപ്പർച്യൂണിറ്റി അല്ല. അതിന് ഒരിക്കലും ഗിവപ്പ് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിന്, പല 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 ഇൻസൈറ്റ്സ് പറഞ്ഞു തന്നതിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഫവാസ് ചേട്ടാ. താങ്ക് യു. ഇത് എന്താ പറയാ, ഒരുപാട് പേര് ഇതിൽ മോട്ടിവേറ്റഡ് ആയി. നമ്മൾ ഡാൻസ് എന്നുള്ളൊരു ഏരിയ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഒരുപാട് സാധ്യതകൾ ഇതിനകത്ത് കണ്ടെത്താൻ ഫവാസ് ചേട്ടന് സാധിക്കട്ടെ, ഫവാസ് ചേട്ടനിലൂടെ ഒരുപാട് പേർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ പല വെഞ്ചേഴ്സിലും ഫവാസ് ചേട്ടന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പറ്റണേ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. താങ്ക് യു ഫവാസ് ചേട്ടാ. താങ്ക് യു സോ മച്ച്.